തിരുവനന്തപുരം മേയറും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന്റെ ദൃശ്യങ്ങൾ എവിടെ? തർക്കത്തിൽ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ല. കന്റോൺമെന്റ് പോലീസ് നടത്തിയ പരിശോധനയിൽ ക്യാമറയുടെ DVR കണ്ടെത്തിയെങ്കിലും DVRനുള്ളിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്നാണ് പോലീസ് പറയുന്നത്. കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ഇനി എന്തായിരിക്കും ചെയ്യുന്നത്? ശാസ്ത്രീയമായ പരിശോധനയാണോ? അല്ല, മെമ്മറി കാർഡിലാണ് ശാസ്ത്രീയമായ പരിശോധന നടത്തുന്നത്. അപ്പൊ അതിൽ തുടർ നടപടി അപ്പൊ എങ്ങനെയായിരിക്കും? പരിശോധിക്കാം. അതേസമയം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിക്കുമെന്ന് കെഎസ്ആർടിസി ഡ്രൈവർ യദുകൃഷ്ണൻ പറഞ്ഞു. മേയറും ഒപ്പമുള്ളവർ മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും യദു വ്യക്തമാക്കി. പരാതി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവര് റെസിപ്റ്റ് മാത്രമേ തന്നുള്ളൂ. പരാതി എടുക്കാന്നൊന്നും പറഞ്ഞില്ല. പൊക്കോളാനാണ് പറഞ്ഞത്. എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എനിക്ക് DGPക്ക് കൊടുക്കാറുണ്ട്. എന്നിട്ട് വേണം കോടതിയിൽ പോവാൻ. DGPക്ക് കൊടുക്കണം, നമ്മളെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് കൊടുക്കണം, പിന്നെ CMDക്ക് കൊടുക്കണം, പിന്നെ ഉള്ളത് മനുഷ്യാവകാശത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കമ്മീഷണർക്ക് കൊടുത്തു. അതിന്റെ റെസിപ്റ്റ് കിട്ടിയായിരുന്നു. ബാക്കി വേറെ ഒന്നും. ജോലിയുടെ കാര്യം എന്താണ് അവർ പറയുന്നത്? ജോലിയുടെ കാര്യം പറയുന്നത് ഇപ്പൊ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിക്കുന്ന വാമൊഴിയാലേ പറഞ്ഞോളൂ. വേറെ ആരും എൻ്റെ അടുത്ത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ നോട്ടീസോ തന്നിട്ടില്ല. സാധാരണ ജോലിക്ക് ദിവസവും തലേദിവസം അറിയിക്കുക എങ്ങനെയാണ് ചെയ്യുന്നത്? ബദലി എങ്ങനെയാണ് ചെയ്യുന്നത്? ബദലി വിളിച്ചു പറയും തലേദിവസം. അതായത് ഇന്ന് പോകണമെങ്കിൽ ഇന്നലെ വിളിച്ചു പറയും, വരുമല്ലോ എന്ന് ചോദിക്കും. അത്രയാണ്. പിന്നെ വിളിച്ചതിന് ശേഷം ബദലി ആയാലും സാധാ എല്ലാ ഡ്രൈവർമാർക്കും അങ്ങനെ തന്നെയാണ്. ഇതിനുശേഷം വിളിച്ചിട്ടില്ല. അതിലെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിനൊന്നും ചെയ്യല്ലോ. ഇപ്പൊ ഇത് കഴിയട്ടെ, ഇതൊന്ന് കഴിയട്ടെ. ഞാനും ആ റെസ്റ്റ് ആഗ്രഹിക്കുന്നു. എന്തെന്ന് വെച്ചാൽ എനിക്ക് അതിൽ തെറ്റില്ലേ, തെറ്റും ശരിയാണോ എന്ന് എനിക്കും തിരിക്കണ്ടേ. എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഒരു ഇന്നലെ ഒരു CPIMന്റെ ആണെന്ന് തോന്നുന്നു ഒരു നേതാവ് പറയാനായിട്ട് ഇവൻ വെറും മുണ്ടുപൊക്കി കാണിക്കുന്നവനും അശ്ലീലം കാണിക്കുന്നവനും എന്തോ പേര് ഓർക്കുന്നില്ല. ഇന്നലെ വാർത്തയിൽ പറയുന്നതായിട്ട് ഒരു ലൈവ് പ്രോഗ്രാമിൽ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവൻ അങ്ങനെയാണ്, അവൻ ഈ പ്രതിയുടെ അടുത്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് ചാനലിൽ തന്നെ കാണിച്ചത് അപ്പോഴത്തേക്ക് പറയുന്നതായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേരിൽ അങ്ങനെ ഒരു കേസില്ല? 2017 നിയമ സ്റ്റേഷനിൽ ഒരു കേസില്ല? അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. 2017 ഉള്ള കേസ് ഇതേപോലെ പാർട്ടി ബേസ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ളതായിരുന്നു. അത് നമ്മൾ പയ്യന്മാർ തമ്മിലുള്ള അടിയിൽ അത് അവന്റെ സഹോദരി കയറി ഇവന്റെ പേരിൽ റിമാൻഡ് അവൻ എന്നെ അടിച്ചപ്പോഴത്തേക്ക് അവൻ റിമാൻഡിലാവാതിരിക്കുക ആ ചേച്ചി കൊണ്ടുവന്ന് അവരെന്തോ കാണിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. അതല്ലേ രക്ഷയുള്ളൂ. അപ്പം ഞാൻ മറ്റേ കേസ് പിൻവലിച്ചല്ലോ. അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ കോടതി വന്നപ്പോൾ അത് സത്യാവസ്ഥ മനസ്സിലായി, ജഡ്ജിക്ക് മനസ്സിലായി. വെറുതെ വിട്ട് അതിന്റെ വിട്ടാണോ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്താണോ? ഇല്ലല്ല, സെറ്റിലൊന്നുമല്ല. അത് സംസാരിച്ച് തീർത്തതാണെങ്കിലും അവര് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതല്ല പയ്യൻ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കോടതിയിൽ മാറ്റി പറഞ്ഞതാണ്. അത് രണ്ടുപേരും സംസാരിച്ചു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. സെറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമല്ലോ. സെറ്റിൽ ചെയ്യാൻ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഡാൻ, മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നത്തിൽ തുടക്കം മുതൽ തന്നെ മേയറെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. പക്ഷെ അവിടെയും ഈ ഡ്രൈവറെ സംബന്ധിച്ചൊരു അനുകൂല ഘടകമുണ്ടായിരുന്നത് ഈ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങളായിരുന്നു, തന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ. പക്ഷേ ആ CCTV ദൃശ്യത്തിൽ അവിടെ DVR കണ്ടെത്താനായില്ലെന്ന് പോലീസ് പറയുന്നു. വളരെ വിചിത്രമായിട്ടുള്ള വാദം. ഇന്നലെ തന്നെ ഇത്തരം മേയറെ സംരക്ഷിക്കുന്ന വാദങ്ങൾ ഉയർത്തി പോലീസ് തന്നെ രംഗത്തെത്തുന്നു. യഥാർത്ഥത്തിൽ ഇത് മേയറെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ നീക്കമായി തന്നെ കാണേണ്ടതല്ലേ ഡാൻ? ടോം, ഈ സംഭവം ഉണ്ടായി 4-5 ദിവസം പിന്നിടുന്നു. സ്വാഭാവികമായി ഇത് പിറ്റേ ദിവസം മുതൽ തന്നെ, അതായത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയതോടെയാണ് വാർത്താ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ ഇത് വലിയ തരത്തിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ ഈ യദുകൃഷ്ണൻ എന്ന ഡ്രൈവർ പറഞ്ഞ കാര്യം, ഇവരോട് ഇത്തരത്തിൽ തർക്കിക്കാൻ, മേയറോടും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനോടും ഇത്തരത്തിൽ തർക്കിക്കാനിടയായ സാഹചര്യം ഈ യദുവിനോട് അപമര്യാദയായി പെരുമാറിയതാണ് എന്നായിരുന്നു യദുവിന്റെ വാദം. അത് പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. പ്രകോപനപരമായി വാഹനം ഓടിച്ചത് മൂലമാണ് ഈ രോഷം പൂണ്ട ഇവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം
മേയർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നഗരത്തിൽ നിർത്തി പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായതെന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ ഇപ്പോഴും നൽകുന്ന വിശദീകരണം. സ്വാഭാവികമായി ഇവരെ രണ്ടുപേരെയും അനുകൂലിച്ചുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ മറ്റ് തൊഴിലാളി സമൂഹമൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അവിടെ പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ മേയർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള സാക്ഷീകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിലൊരു തെളിവുകൾ കണ്ടെത്താനുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഈ ബസ്സിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ അത് വീണ്ടെടുക്കുക മാത്രമായിരുന്നു. അത് വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, ഇത്രയും ദിവസം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നില്ല. ഇന്ന് രാവിലെ മാത്രമാണ് ആ പരിശോധനകൾ ബസ്സിനുള്ളിൽ നടന്നത്. അങ്ങനെ ബസ്സിനുള്ളിൽ പരിശോധന നടത്തുന്നതിനിടയിൽ DVR കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ കന്റോൺമെന്റ് CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആ സംഘത്തിലുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ആ ബസ്സിനുള്ളിലെ ഇലക്ട്രോണിക് സംവിധാനം മുഴുവൻ അഴിച്ച് പരിശോധിക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ DVR പരിശോധിക്കുന്നതിനിടയിലാണ് മെമ്മറി കാർഡ് കാണാനില്ല എന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുന്നത്. അങ്ങനെ മെമ്മറി കാർഡ് കാണാതായത് ഇന്നാണോ അതോ ഈ സംഭവമുണ്ടായ അന്ന് തന്നെ ഈ മെമ്മറി കാർഡ് വാഹനത്തിൽ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിയാത്തിടത്തോളം കാലം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടത്തുന്നതിന് പോലീസിനെ സംബന്ധിച്ച വ്യക്തതക്കുറവുണ്ടാകും. കാരണം ബസ്സിനുള്ളിൽ അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വരെ യദുവിന് അനുകൂലമായി നിന്നിരുന്ന ഒരു ഘടകം ബസ്സിനുള്ളിലെ യാത്രക്കാരും ഡ്രൈവറായിരുന്ന യദു കൃഷ്ണനെ എതിരായി മൊഴി കൊടുക്കുകയോ അത്തരത്തിലൊരു നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നതായിരുന്നു. പക്ഷേ അപ്പോഴും ഈ തർക്കം റോഡിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. യാത്രക്കാർ പിൻവശത്താണ് ഇരിക്കുന്നത്. ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലവും യാത്രക്കാരിരിക്കുന്ന സ്ഥലവും തമ്മിലുള്ള അകലമൊക്കെയുണ്ട്. വലിയ ഹോൺ അടിച്ചുകൊണ്ട് മറ്റ് വാഹനങ്ങൾ സമീപത്തോടെ പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു ഇതിൽ കൃത്യമായ തെളിവായി മാറേണ്ടിയിരുന്നത്. പക്ഷേ അത് വീണ്ടെടുക്കുന്നതിനുള്ള മെമ്മറി കാർഡ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം ബോധപൂർവം ഉണ്ടായതാണോ അതോ അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മെമ്മറി കാർഡ് ഊരി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആരെ സംരക്ഷിക്കാനാണ് എന്ന കാര്യങ്ങൾക്കൊക്കെ ഇനി KSRTC മാനേജ്മെന്റ് അടക്കം ഉത്തരം പറയേണ്ടി വരും. അവിടെ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മേയർ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന ഇന്നലെ അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും. പോലീസ് അന്വേഷണം നടത്തട്ടെ, കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകട്ടെ. വാഹനം ക്രോസ് ചെയ്ത് നിർത്തിയതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പിഴയടയ്ക്കുന്ന സാഹചര്യം വന്നാൽ താൻ പിഴയടയ്ക്കും. അതിന് തനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ തനിക്ക് നേരിടേണ്ടി വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും മോശം അനുഭവമാണ്. മേയറായ തനിക്ക് ഇത്രമാത്രം വേദനാജനകമായ അനുഭവമാണ് ഉണ്ടായതെങ്കിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയായിരുന്നു വൈകാരികമായി ഇന്നലെ കൗൺസിൽ യോഗത്തിനിടയിൽ മേയർ ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ വ്യക്തമാക്കിയത്. അതിനു പിന്നാലെയാണ് ഈ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. സ്വാഭാവികമായി തുടർ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ആകാംക്ഷയുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യദു കൃഷ്ണൻ നൽകിയിരിക്കുന്ന പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വൈകുന്നത് എന്താണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളി സംഘടനയായ TDF-ഉം മറ്റ് പ്രതിപക്ഷ യുവജന സംഘടനകളുമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. യദുവും ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് പോലീസിന്റെ നടപടി വൈകിയാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ടോം, തീർച്ചയായും അധികാരത്തിലിരിക്കുന്നവർ ഈ വിഷയത്തിൽ, കാരണം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ശമ്പളം പോലും കിട്ടാത്ത ഒരു KSRTC ഡ്രൈവറെയാണ് ഇതേ രീതിയിൽ വേട്ടയാടുന്നത് എന്ന കാര്യമാണ് ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തിരിച്ചറിയേണ്ടത്. എന്തായാലും വിട്ടുവീഴ്ചയില്ലെന്ന് മേയർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അവർ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. മറുവശത്ത് ഈ ഡ്രൈവറുടെ നിലപാട് എന്താണ്? ഇന്നലെ പറഞ്ഞിരുന്നു കോടതിയെ സമീപിക്കുമെന്ന്. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപാകെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് യദു. അവിടെ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇങ്ങനെ പോലീസ് മേയറെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ DGPക്ക് പരാതി നൽകുന്നതിലൂടെ യദു ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഡാൻ, സ്വാഭാവികമായി DGPക്ക് പരാതി നൽകുക എന്ന് പറയുന്നതിൽ യദുവിന് പിന്നിൽ ഈ പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളുമൊക്കെ യദുവിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഇന്ന് യദു മാധ്യമങ്ങളെ കണ്ടതുപോലും CMPയുടെ തൊഴിലാളി ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കിടയിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി
യദുവിനെ രാഷ്ട്രീയ ആയുധമായി മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉപയോഗിക്കുകയാണ് എന്ന ഇടത് കേന്ദ്രങ്ങളുടെ ആരോപണങ്ങളുടെ ആക്കം കൂടുന്ന തരത്തിലുള്ള ഇടപെടലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യദു പറയുന്ന കാര്യങ്ങളിലെ വസ്തുത അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ഒരു ആരോപണമായി മേയർക്കെതിരെ അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും ആര്യ രാജേന്ദ്രനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വലിയ തരത്തിൽ സൈബർ ആക്രമണം നടക്കുകയാണ് എന്നാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ഇടത് യുവജന സംഘടനകൾ ആരോപിക്കുന്നത്. അതിനെ ശക്തമായി ചെറുക്കുമെന്ന നിലപാടെടുത്തുകൊണ്ട് അവർ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ പുറത്തു വരാനുള്ള വസ്തുത എന്ന് പറയുന്നത് മറുവശത്ത് യദുവിനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തെ കൂടി കാണേണ്ടതല്ലേ? ഇയാൾക്കെതിരെ പുതിയ കഥകൾ സൃഷ്ടിക്കുന്നു. മുൻപ് ഒരു സ്ത്രീക്ക് നേരെ അപമര്യാദയെ പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ വളരെ മോശമായി മറ്റു യാത്രക്കാരോട് പെരുമാറുന്ന ഡ്രൈവറാണെന്ന് തുടങ്ങിയ രീതിയിൽ സൈബർ അടുത്ത് ഒരു ഡ്രൈവറെ അധിക്ഷേപിക്കുന്നുണ്ട്. അതുകൂടി കാണേണ്ടതല്ലേ ഈ ഇടതുപക്ഷ സംഘടനകൾ, യുവജന സംഘടനകൾ? ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇതിന് കൃത്യമായി രണ്ട് വശങ്ങളുണ്ട്. സ്വാഭാവികമായി ആര്യ രാജേന്ദ്രൻ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നിർണായകമായ സ്ഥാനത്തിരിക്കുന്ന തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിന്റെ മേയറായി ഏറ്റവും ചെറിയ പ്രായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. സ്വാഭാവികമായി മേയറെ പിന്തുണയ്ക്കുന്ന, മേയർ എന്നതിനേക്കാൾ ഉപരി ആര്യ രാജേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഡിവൈഎഫ്ഐയും SFIയും ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ സ്വാഭാവികമായി അത്തരത്തിലൊരു പിന്തുണ ആര്യയ്ക്ക് ലഭിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാനാവില്ല. കാരണം ആര്യയെ പിന്തുണയ്ക്കേണ്ടത് ഈ ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിയുടെ ചുമതല കൂടിയാണ്. അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ചോദ്യം വരുമ്പോഴാണ് ടോം ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവർ രണ്ടുപേരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. യദുവിന്റെ കൈവശമുണ്ടായിരുന്ന കവറിൽ ലഹരി പദാർത്ഥങ്ങളായിരുന്നുവെന്ന ആരോപണവുമായി അന്നു മുതൽ തന്നെ ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചിലർ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. മേയർ അത് ഏറ്റുപിടിക്കുന്നു. യദു ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു, പക്ഷേ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും തെളിയിക്കുന്ന ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് കണ്ടെത്തിയ പ്ലാസ്റ്റിക് കവറിൽ ലഹരി പദാർത്ഥമാണ് ഉണ്ടായിരുന്നത് എന്ന ആക്ഷേപത്തിന് യദു ഇന്ന് നൽകിയിരിക്കുന്ന മറുപടി അത് കൂൾ എന്ന ലഹരി പദാർത്ഥം ആയിരുന്നില്ല. അതിന് പകരം കടലയും ബിസ്ക്കറ്റും താൻ കഴിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ പിൻ സീറ്റിലിരിക്കുന്ന യാത്രക്കാർ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ കവർ അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറന്ന് മുമ്പിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്റെ വാഹനം ഇരിക്കുന്ന സീറ്റിന് സമീപം താൻ സൂക്ഷിച്ചതിന് ശേഷം എവിടെയെങ്കിലും കളയുക പതിവാണുള്ളത്. അങ്ങനെ കളയുന്നതിനിടയിൽ ആ ദൃശ്യങ്ങൾ എടുത്തതാണ് എന്ന വിശദീകരണവുമായാണ് യദു രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇരു വിഭാഗങ്ങളും, മേയറെ പിന്തുണയ്ക്കുന്നവർ യദുവിനെതിരെയും യദുവിനെ പിന്തുണയ്ക്കുന്നവർ മേയർക്കെതിരെയും പരസ്പരം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം എന്നതിനപ്പുറത്തേക്ക് ഇവിടെ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി കണ്ടെത്തേണ്ടിയിരുന്നത് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചായിരുന്നു. ആ മെമ്മറി കാർഡ് തന്നെ അപ്പാടെ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു അസംഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയില്ല. അവിടെ കൃത്യമായി എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ്. നിലവിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. അതിന്റെ റോ വിഷ്വൽസ് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി നമ്മൾ ആദ്യം സംസാരിച്ച പോലെ മേയർ എന്ന പരിരക്ഷ ആര്യ രാജേന്ദ്രന് സ്വാഭാവികമായി ഈ ഒരു ആരോപണം ഉയരുമ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ആര്യ രാജേന്ദ്രന് ലഭിക്കുന്ന ഒരു പരിരക്ഷ അവർ ഇരിക്കുന്ന പദവി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കൃത്യമായി മേയർക്കെതിരെ കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ സ്വാഭാവികമായി അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ നയപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി. യദുവിനെതിരെയായാലും മേയർക്കെതിരെയായാലും അതുവരെ കൃത്യമായി സാഹചര്യ തെളിവുകൾ പരിശോധിക്കുന്ന ഒരു നീക്കമാണ് നടത്തുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇതുവരെ ഈ യദു ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ സൂചിപ്പിച്ചതുപോലെ പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് എന്താണ് സത്യാവസ്ഥ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പക്ഷെ മറുവശത്ത് ഈ KSRTCയുടെ ഈ വിഷയത്തിലെ KSRTCയുടെ നിലപാട് എന്താണ്? ഗതാഗത മന്ത്രിയുടെ ഈ വിഷയത്തിൽ നിലപാട് എന്താണ്? അതുകൂടി അറിയേണ്ടതല്ലേ? കാരണം KSRTC ബസ് കാറ് കുറുകെയിട്ട് തടയുന്ന സാഹചര്യം, യാത്രക്കാരെ ഇറക്കി വിടുന്നു, അതും രാത്രി സമയത്ത്. ഈ വിഷയത്തിൽ ഇതിന് കാരണക്കാരായ മേയർക്കെതിരെയോ മേയറുടെ കുടുംബാംഗങ്ങൾക്കെതിരെ യാതൊരു നടപടിയുമില്ല. അവരിൽ നിന്നും പിഴ ഈടാക്കുന്ന കാര്യത്തിൽ പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. KSRTC വിഷയത്തിൽ എന്താണ് നിലപാട് വ്യക്തമാക്കുന്നത് ഡാൻ? അവിടെ കൃത്യമായൊരു വ്യക്തമായൊരു നിലപാട് രംഗത്തെത്തി KSRTC മാനേജ്മെന്റ് രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അപ്പോഴും ആര്യ രാജേന്ദ്രൻ പറയുന്നത് അങ്ങനെ വാഹനം കുറുകെയിട്ട് അത് പിഴവാണ് എന്നവർ സമ്മതിക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിന് എത്ര രൂപ ഫൈൻ അടക്കേണ്ടി വന്നാലും താൻ ആ പണം അടച്ചുകൊള്ളാമെന്നും മേയർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി അവിടെ കൃത്യമായ ഒരു നിലപാട് ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ
അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ എന്ന മേയറെ തള്ളി പറയുമോ അതോ യദുവിനെ ഒപ്പം നിൽക്കുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഗണേഷ് കുമാർ മന്ത്രിയാണ് എങ്കിലും അദ്ദേഹം നടപ്പിലാക്കാൻ ഇരുന്ന ചില പദ്ധതികൾ അതിന് കൃത്യമായ മൂക്കുകയറെടുത്ത ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായതിലുള്ള ഒരു അമർഷം ഗണേഷ് കുമാറിനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ഇതിൽ ഒരു വ്യത്യസ്തമായ നിലപാടെടുത്താൽ അതിൽ അത്ഭുതമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. നിലവിൽ അദ്ദേഹം അത്തരമൊരു നിലപാടിലേക്ക് തന്നെയാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ DVRുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഒരുപക്ഷേ ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാറിന്റെ അടുക്കിലേക്ക് അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായ ഒരു പ്രതികരണം വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ തന്നെയാണ് സാധ്യത. പക്ഷേ അതൊരു തൊഴിലാളി വിരുദ്ധ നിലപാട് ആയിരിക്കില്ല എന്ന സൂചനകളാണ് ഇന്ന് ഉണ്ടായ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും ഡാൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുടെ നിലപാടായിരിക്കും ഈ കേസിൽ, ഈ സംഭവത്തിൽ, ഈ വിവാദത്തിൽ നിർണായകമാകുക. ഈ തൊഴിലാളിക്ക്, ഡ്രൈവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്നത് നമുക്ക് കണ്ടറിയണം. കാരണം സംഭവം നടന്നിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. ഈ വിഷയത്തിൽ ഡാൻ ഇപ്പോഴും ഈ യദുവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് സർവീസിൽ നിന്നും. തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? എന്താണ് ഈ വിഷയത്തിൽ KSRTC മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം? അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. യദുവിനെ അനുകൂലിച്ചുകൊണ്ട് TDF ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. യുവജന പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ നഗരസഭയിലേക്ക് ഇന്നലെ മാർച്ച് നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. സ്വാഭാവികമായി യദു നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെ കേസെടുക്കാതിരിക്കുകയും യദുവിനെ ഈ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തുടരുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ആക്കം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് കൃത്യമായി മേയർക്കെതിരായ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ പ്രതിപക്ഷ സംഘടനകളൊക്കെ അത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണ വിഷയമാക്കി മാറ്റും. അത്തരത്തിൽ മേയർക്കെതിരായ ഒരു വ്യക്തിപരമായ രാഷ്ട്രീയ കടന്നാക്രമണമായി ഈ വിഷയം മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ ഒരു നീക്കത്തിന് അവർ നിന്നുകൊടുക്കുമോ അതോ അതിനപ്പുറത്തേക്ക് പ്രശ്നം ഏതെങ്കിലും തരത്തിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ഏതായാലും യദുവിന് പിന്നിൽ തൊഴിലാളി സംഘടനയിൽ ഒരു വിഭാഗവും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും യുവജന സംഘടനകളുമൊക്കെ അണിനിരന്നിരിക്കുകയാണ്. ഈ സൈബർ ഇടങ്ങളിലടക്കം യദുവിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പുതിയ വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് പേജുകളുമൊക്കെ തുടങ്ങിയിട്ടുമുണ്ട്. അതിന് വലിയ റീച്ച് ലഭിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ വസ്തുത എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ മെമ്മറി കാർഡ് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അത് ബോധപൂർവം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയതാണെങ്കിൽ, അല്ലെങ്കിൽ അത് വീണ്ടെടുത്ത പരിശോധന നടത്താൻ ബോധപൂർവമായ വീഴ്ചയാണ് സംഭവിച്ചതെങ്കിൽ ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായി അതിന് ഉത്തരം പറയേണ്ട സാഹചര്യം കൂടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ടോം, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അത് ബോധപൂർവം DVR മാറ്റിയതാണെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. അത് ആർക്കു വേണ്ടിയാണ്? ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ അത്തരമൊരു നീക്കം നടത്തിയത്? അതിന് പോലീസും ഒത്താശ ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഈ യദുവിന്റെ കാര്യത്തിൽ സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം ഈ അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്, അവരോടാണ് പോരടിക്കുന്നത്. നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ, നമ്മുടെ പോലീസിന്റെ ഭാഗത്ത് നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.